വെൽക്കം ഓൾ. എല്ലാവർക്കും അനാട്ടമി ആൻഡ് ഫിസിയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റെസ്പിറേറ്ററി സിസ്റ്റത്തെക്കുറിച്ചാണ്. എന്തായിരുന്നു റെസ്പിറേഷൻ? ഓക്സിജനെ എൻവയോൺമെൻറ്റിൽ നിന്നും സ്വീകരിച്ച് ശരീര കലകൾക്ക് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുകയും അവിടെ നിന്നും രൂപപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നു, തിരികെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രക്രിയയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന പാർട്സുകളെയും മറ്റും കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പൈറോമെട്രി എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ്. സ്പൈറോമെട്രി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്, വോളിയം ആൻഡ് കപ്പാസിറ്റി ഈസ് കോൾഡ് സ്പൈറോമെട്രി. ലങ്സിൻ്റെ ശ്വാസകോശത്തിൻ്റെ വോളിയത്തെയും കപ്പാസിറ്റിയെയും അളക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, സ്പൈറോമെട്രി എന്ന് പറയുന്നത്. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ സ്പൈറോമെട്രി ഈസ് കോൾഡ് സ്പൈറോമീറ്റർ. സ്പൈറോമെട്രി എന്ന മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സ്പൈറോമീറ്റർ എന്ന് പറയുന്നത്. ദ റെക്കോർഡിംഗ് ഒബ്റ്റെയിൻഡ് യൂസിങ് എ സ്പൈറോമീറ്റർ ഈസ് കോൾഡ് സ്പൈറോഗ്രാം. സ്പൈറോമെട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പൈറോമീറ്റർ യൂസ് ചെയ്യുന്നു. സ്പൈറോമീറ്റർ വഴി നമുക്ക് റിസൾട്ട് ലഭിക്കുന്നു. ആ കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ സ്പൈറോഗ്രാം എന്ന് വിളിക്കുന്നത്. ECG ഇലക്ട്രോ കാർഡിയോഗ്രാം പഠിച്ചത് ഓർമ്മയുണ്ടാവുമല്ലോ. ദ ലങ് കപ്പാസിറ്റി മെഷേർഡ് യൂസിങ് സ്പൈറോമീറ്റർ. സ്പൈറോമീറ്റർ വഴി ഏതെല്ലാം കപ്പാസിറ്റികളും വോളിയൂംസാണ് നമ്മൾ ലങ്സിൻ്റെ മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. 1 വൈറ്റൽ കപ്പാസിറ്റി, 2 ടോട്ടൽ ലങ് കപ്പാസിറ്റി, 3 ടൈഡാൽ വോളിയം, 4 റെസിഡുവൽ വോളിയം. Vital capacity. It is the maximum volume of air that can be expelled by a forced expiration after a forced inspiration. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്? നമ്മളുടെ ലങ്സിൻ്റെ മാക്സിമം വോള്യൂം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി എക്സ്പെൽഡ്. എത്രത്തോളം എയറിനെ, മാക്സിമം അളവാണ് ഉദ്ദേശിക്കുന്നത്, മാക്സിമം എത്രത്തോളം എയറിനെ എക്സ്പെൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ബൈ എ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ, ഒരു ബലം പ്രയോഗിച്ചുള്ള എന്താണ്, എക്സ്പിരേഷൻ. ആഫ്റ്റർ എ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. ഒരു ദീർഘശ്വാസം എടുത്തതിന് ശേഷം അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എയറിനെ എക്സ്പയർ ചെയ്യുക. അതിൻ്റെ മാക്സിമം വോളിയമാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി ആയിട്ട് പറയുന്നത്. ആവറേജ് വൈറ്റൽ കപ്പാസിറ്റി ഈസ് 4500 ml. ആവറേജ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4500 ml, 4500 ml ആണ്. സ്പൈറോമെട്രി എന്ന് പറയുന്നത് ലങ്സിൻ്റെ വോളിയം, കപ്പാസിറ്റി ഇവയെ മെഷർ ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. ഇതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ എന്ന് പറയുന്നത്. സ്പൈറോമീറ്റർ വഴി നമുക്ക് റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയും. ആ റിസൾട്ടിനെയാണ് റിസൾട്ട് റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത്, സ്പൈറോഗ്രാം എന്ന് പറയുന്നത്. ലങ് കപ്പാസിറ്റി ഏതൊക്കെയാണ് മെഷർ ചെയ്യുന്നത്? വൈറ്റൽ കപ്പാസിറ്റി, ടോട്ടൽ ലങ് കപ്പാസിറ്റി, ടൈഡാൽ വോളിയം, റെസിഡ്യുവൽ വോളിയം. ദെൻ നമുക്ക് സ്പൈറോമീറ്ററിൻ്റെ ഗ്രാം ഒന്ന് നോക്കാം. അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം എക്സ്ഹലേഷൻ, മാക്സിമൽ ഇൻഹലേഷൻ. ഇതിൽ കൊടുത്ത ബാക്കി പാരാമീറ്റേഴ്സ് ഒന്ന് പരിചയപ്പെടാം. VC വൈറ്റൽ കപ്പാസിറ്റി, RV residual volume, TLC total lung capacity, TV tidal volume, IRV inspiratory reserve volume,
ഇത്രയുമാണ്. സ്പൈറോഗ്രാം എന്ന് പറയുന്ന ഗ്രാഫ് ഈ രീതിയിലാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്പ്യൂട്ടം എക്സാമിനേഷൻ. സ്പ്യൂട്ടം എന്ന് വെച്ചാൽ കഫം. ക്ലിനിക്കലി ആരോഗ്യരംഗത്ത് എന്താണ് സ്പ്യൂട്ട എക്സാമിനേഷൻ്റെ ഇമ്പോർട്ടൻ്റ്? സാധാരണയായിട്ട് നമ്മൾ എപ്പോഴാണ് സ്പ്യൂട്ടം എക്സാമിനേഷൻ ചെയ്യുന്നത്? നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നത് ക്ഷയരോഗത്തിനാണെന്നാണ്. കൂടാതെ ലങ്സിൻ്റെ മറ്റ് ഡിസീസുകളെ കുറിച്ച് മനസ്സിലാക്കാനും കൂടെ എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ടൂൾ തന്നെയാണ് നമ്മുടെ സ്പ്യൂട്ടം എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നോർമലി മ്യൂക്കസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ റെസ്പിറേറ്ററി ട്രാക്ട് വിച്ച് ട്രാപ്പ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾ ആൻഡ് കീപ് ദ ട്രാക്ട് മോയിസ്റ്റ്. സാധാരണയായി റെസ്പിറേറ്ററി ട്രാക്റ്റിൽ മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. മ്യൂക്കസ് എന്ന് വെച്ചാൽ വഴുവഴുപ്പുള്ള ദ്രാവകം. ഇത് എന്തിനാണ് സഹായിക്കുന്നത്? ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ പിടികൂടാനും കൂടാതെ ആ ട്രാക്റ്റിനെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ മോയിസ്റ്റാക്കി വയ്ക്കുകയും ചെയ്യുന്നു. ബട്ട് സംടൈം ദ മ്യൂക്കസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എക്സസ് ആൻഡ് ചേഞ്ചസ് ഇൻ നേച്ചർ ഡ്യൂറിങ് പത്തോളജിക്കൽ കണ്ടീഷൻസ്. പക്ഷേ ചില സമയത്ത് എന്ത് ചെയ്യുന്നു? മ്യൂക്കസിൻ്റെ അളവ് കൂടുകയും അതിൻ്റെ സാധാരണ നേച്ചറിൽ എന്ത് ചെയ്യുന്നു? മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. മെയിനായിട്ടും പാത്തോളജിക്കൽ കണ്ടീഷൻസ് ആണ്. പാത്തോളജിക്കൽ എന്ന് വെച്ചാൽ ഡിസീസ്ഡ് കണ്ടീഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. പാത്തോളജിക്കൽ കണ്ടീഷൻ. പാത്തോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഡിസീസ്. ദിസ് റിസൾട്ട് ഇൻ ദ urge ടു കഫ് ആൻഡ് എക്സ്പെക്ടറേറ്റ് ദിസ് മ്യൂക്കസ് ആസ് സ്പ്യൂട്ടം. ഇതിൻ്റെ ഫലമായി എന്ത് ചെയ്യുന്നു? കഫ് ചുമയുണ്ടാവുകയും മ്യൂക്കസ് എന്ത് ചെയ്യുന്നു? സ്പ്യൂട്ടമായിട്ട് മാറുകയും ചെയ്യുന്നു. സ്പ്യൂട്ടം മേ കണ്ടെയ്ൻ പസൽസ്, ഡെഡ് ടിഷ്യൂ, സെല്ലുലാർ ഡെബ്രിസ് എക്സെട്ര. സ്പ്യൂട്ടത്തിൽ പസൽസ് കാണാൻ കഴിയും, ഡെഡ് ടിഷ്യൂസ് കാണാൻ കഴിയും, നശിച്ച കോശങ്ങൾ കാണാൻ പറ്റും. പസൽസ് എന്ന് പറയുന്നത് WBCയുടെ മറ്റൊരു ഫോമാണ്. പസൽസ് കാണും, സെല്ലുലാർ ഡെബ്രിസ്, ഇത്രയുമാണ് സ്പ്യൂട്ടത്തിൽ കാണാൻ കഴിയുന്നത്. കൂടാതെ മറ്റ് പാരസൈറ്റുകളും കാണാൻ കഴിയുന്നുണ്ട്. ലങ്ങിനെ ബാധിക്കുന്ന പാരസൈറ്റുകളിൽ വേംസ് ഉണ്ട്, വിരകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവയൊക്കെ എന്ത് ചെയ്യും? കാണാൻ കഴിക്കും. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ TB ഡിസീസ്, ട്യൂബർകുലോസിസ്, ക്ഷയരോഗം എന്ന് പറഞ്ഞിട്ട് അത്തരം ബാക്ടീരിയകളെയും കാണാൻ കഴിയുന്നുണ്ട്. Sputum examination has an important role in diagnosis of respiratory disease. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാണ്? റെസ്പിറേറ്ററി ഡിസീസുകളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കണ്ടുപിടിക്കാൻ, ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്യൂട്ടം എക്സാമിനേഷൻ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ദെൻ ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. ഇവിടെ നമ്മൾ മെയിനായിട്ടും 2 ഡിസീസാണ് പറയുന്നത്, ആസ്മ, എംഫിസിമ. ആസ്മ എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതായിരിക്കും. ആസ്മ ഈസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് കോസിങ് വീസിങ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കി ആൻഡ് ബ്രോങ്കിയോൾ. ബ്രോങ്കി ആൻഡ് ബ്രോങ്കിയോളിൽ വരുന്ന ഇൻഫ്ലമേഷൻ കൊണ്ട് എന്ത് ചെയ്യുന്നു? ബ്രീത്തിങ്ങിൽ ഡിഫിക്കൽട്ടി ഉണ്ടാവുകയും കോസിങ് വീസിങ്, ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് വീസിങ് ഉണ്ടാവുന്നു. Asthma is difficulty in breathing causing wheezing due to inflammation of bronchi and bronchiole. Then emphysema. It is a lung condition that causes shortness of breath in people with emphysema. The air sac in the lung are damaged. എന്തെയ്യുന്നു? ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ശ്വാസ തടസ്സമുണ്ടാകുന്നു. ലങ്ങിൻ്റെ ഒരു കണ്ടീഷനാണ് എംഫിസിമ എന്ന് പറയുന്നത്. ശ്വാസ തടസ്സം ഉണ്ടാകുന്നു, ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. എപ്പോഴാണ്? ആൽവിയോളി, നമ്മൾ പറയുന്നത് ലങ്ങിലുള്ള എയർ സാക്കുകളാണ് എന്ത്? ആൽവിയോളി എന്ന് പറയുന്നത്. ആൽവിയോളികൾ ഡാമേജ് ആവുന്ന സമയത്താണ് എംഫിസിമ വരുന്നത്. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഈ ഒരു പോർഷനോടുകൂടെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം കംപ്ലീറ്റ് ആവുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു.